നെടുമ്പറമ്പിൽ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആന്റോ ആന്റണി എംപിക്ക് കുരുക്ക്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ.എം. രാജുവിന്റെ വെളിപ്പെടുത്തലുകളിലാണ് ഇ.ഡി. ആന്റോ ആന്റണിയുടെ മൊഴിയെടുക്കുക. എൻ.എം. രാജുവിനെയും ചോദ്യം ചെയ്യും. നിക്ഷേപകരുടെ 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൈമാറിയെന്ന് രാജു വെളിപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനാണ് ചേരുന്നത്. മിഥുൻ, ഈ ആന്റോ ആന്റണിക്കും കുരുക്ക് മുറുകുകയാണ്. കാരണം ഏതാണ്ട് 2 കോടിയിലധികം രൂപ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റോ ആന്റണി തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെന്നും പിന്നീട് പലതവണ കരഞ്ഞു പറഞ്ഞിട്ടും അത് തിരികെ തന്നില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പത്തനംതിട്ട എം.പി. ആന്റോ ആന്റണിയെ പൊക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ ഒരു വിവാദം ഉയർന്നു വന്നതിനെ തുടർന്ന് പണം നൽകിയതായി ഈ നെടുമ്പറമ്പിൽ നിക്ഷേപ തട്ടിപ്പിലെ ഉടമയായിട്ടുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയായിട്ടുള്ള എൻ.എം. രാജു വെളിപ്പെടുത്തുകയുണ്ടായി. ആ പണം ലഭിച്ചുവെന്നും അത് തിരികെ കൊടുത്തുവെന്നും ആന്റണി രാജുവും പറയുകയുണ്ടായി. അങ്ങനെ പൂർണ്ണമായും ഒരു തട്ടിപ്പിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു അതിലൂടെ ഉണ്ടാക്കിയ പണം ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ.ഡി. ഇക്കാര്യത്തിൽ കൂടുതൽ അതിശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇത് രണ്ടുപേരും ഇത് സംബന്ധിച്ച സ്ഥിതിക്ക് ഇതിന്റെ സോഴ്സ്, ഇതിന്റെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതെല്ലാമാണ് ഇനി ഇ.ഡിക്ക് അറിയേണ്ടത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആന്റോ ആന്റണിയുടെ മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനടക്കമുള്ള നടപടിയിലേക്ക് ഇ.ഡി നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 300 കോടിയോളം രൂപയുടെ ഒരു ഇടപാടുകളാണ് തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കളിൽ പലർക്കും ഈ ഒരു സംഭവത്തിൽ നിക്ഷേപമുണ്ടെന്നും പലർക്കും ഇത്തരത്തിൽ അനധികൃതമായി പണം ലഭിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ നൽകിയെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ 2 തവണയായി 10 ലക്ഷം രൂപ വീതം 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത് എന്നാണ് ഇപ്പോൾ ഇതിന്റെ ഉടമയായിട്ടുള്ള രാജു വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ പണം മുഴുവൻ തിരികെ നൽകിയെന്ന് ആന്റണി രാജു വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ പണം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടു എന്ന് തന്നെ കരുതുന്ന ഈ പണം എങ്ങനെ വിനിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തെ ഇത്തരത്തിലുള്ള പണം ഇടപാടുകളെല്ലാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത ഒന്നാണ്. മറ്റൊന്ന് സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പണമിടപാട് സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണമുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ബന്ധമുള്ള പലർക്കും അവിടെ നിക്ഷേപമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംശയങ്ങൾ. മിഥുൻ, എന്തായാലും നെടുമ്പറമ്പിൽ നിക്ഷേപക തട്ടിപ്പിൽ പത്തനംതിട്ട എംപിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിക്ക് കുരുക്ക് വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. കാരണം ഏതാണ്ട് 2.5 കോടിയോളം രൂപ, സാധാരണക്കാരുടെ രൂപ ആന്റോ ആന്റണി കൊണ്ടുപോയി എന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇ.ഡിയുടെ നീക്കം ആരംഭിക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങളുമായി ചേർന്നത്.